അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 20 മീഡിയ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സമാധാനം നൽകട്ടെ. എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അള്ളാഹു അതൊക്കെ മാറ്റി സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അള്ളാഹു തുറന്നു തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അമൽ പറഞ്ഞാലോ. നമ്മളെ അമലുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അമൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഉസ്താദെ കള്ളുകൂടി മാറാൻ, ലഹരി വലിയൊരു വിഷയമാണല്ലോ ഇപ്പോൾ അത്, ലഹരി എന്ന് പറഞ്ഞാലല്ലേ. കാരണം നമ്മളൊക്കെ ഇന്ന് ആഖിർ സമാൻ കാലഘട്ടത്തിലാണ്, അവസാന നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരുപാട് മോശം ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ്. ഞാനടക്കം, നമ്മളൊരാളെ കുറ്റം പറയരുത്, നമ്മളടക്കം ഒരുപാട് മോശം കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അനീതിയും അക്രമവും ലഹരിയും വ്യഭിചാരവും. അള്ളാഹുവേ, പത്രം എടുത്ത് നോക്കാൻ അല്ലെങ്കിൽ മൊബൈൽ ന്യൂസ് നോക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ജീവിച്ച ആ ഒരു സുഖവും സന്തോഷമൊന്നും നമ്മളെ മക്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. മരണം വരെ ദീനിൽ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് അമൽ പറയാം. കള്ളുകൂടി മാറാൻ എന്തെങ്കിലും ഒരു അമൽ പറഞ്ഞൊരു ഉസ്താദ് എന്ന് ചോദിച്ച് നിരന്തരം വാട്സപ്പിലൂടെയും മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും ആളുകൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കള്ളുകൂടിയെക്കുറിച്ച് പറയാം. കള്ളുകൂടി മാത്രമല്ല, ലഹരി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് MDM ആണ്. അതാണല്ലോ ഏറ്റവും വലിയ ലേറ്റസ്റ്റ്. MDM, കഞ്ചാവ്, ഹാൻഡ്സൊക്കെ പിന്നെ പഴയ കാലത്തെ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഏറ്റവും അധികരിച്ച നമ്മളെ ചെറുപ്പക്കാർ, നമ്മുടെ മക്കൾ വഴി തെറ്റിക്കൊണ്ടിരിക്കുന്നത് MDMൻ്റെയും കഞ്ചാവിൻ്റെയും മദ്യപാനത്തിൻ്റെയൊക്കെ അടിമയായിട്ടാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. അത്തരം ഒരു മുസീബത്തിൽ പോയി പെട്ടിട്ട് തിരിച്ച് കയറി വരാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അത്തരം ഒരു ഇബ്ലീസിൻ്റെ കെണിയിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അമൽ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളി. ഈ അമൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അമലാണ്. 2 കാര്യങ്ങളാണ് അമൽ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കാനും അറിയാതെ കൊടുക്കാനും പറ്റുന്ന അമലാണ്. അതായത് ഇപ്പോൾ ഒരു ഭാര്യ വിഷമം പറയും, ഉസ്താദിൻ്റെ ഭർത്താവിൻ്റെ കള്ളുകൂടി ഒന്ന് മാറാൻ ഉസ്താദ് ഒരു അമൽ പറഞ്ഞു തരുമോ. എന്നാൽ ഈ ഭർത്താവിന് കള്ളുകൂടി നിർത്താൻ എന്തില്ല, ആഗ്രഹമില്ല. ഭർത്താവ് അറിയാതെ വേണം മൂപ്പർക്ക് കൊടുക്കാൻ. അങ്ങനെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ. വേറൊരു വിഭാഗം ആളുകൾ, ഉസ്താദിൻ്റെ ഭർത്താവിന് കുടി നിർത്താൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് കുടി നിർത്താനും വലി നിർത്താനും ഈ ലഹരി നിർത്താൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഓനക്കതിന് കഴിയണില്ല. ഓൻ പലതും ചെയ്തു നോക്കി, പക്ഷെ ഓനക്കത് കഴിയണില്ല. ഈ ഉപയോഗിക്കുന്ന വ്യക്തി അറിഞ്ഞുകൊണ്ട് നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നവരുമുണ്ട്, അവരറിയാതെ നിർത്താൻ ആവശ്യപ്പെടുന്നവരും ഉണ്ട്. ഇതിൽ കൂടുതലും അവരറിയാതെ നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലും. ഇൻഷാ അല്ലാഹ് എങ്ങനെയുള്ള ആളുകളാണെങ്കിലും അമൽ ഞാൻ പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളതാണ് നമ്മളെ ഇവിടുത്തെ ഇസ്മ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ആദ്യം പഠിച്ചതാണല്ലോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാലോ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള ഇസ്മിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബിസ്മി എന്ന് പറയുന്നത് ചെറിയ ഒരു വാക്കല്ല. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്ന ആ ഒരു ആയത്ത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റോ 1 മണിക്കൂറോ വീഡിയോ ചെയ്താലൊന്നും മതിയാവില്ല. ബിസ്മിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ അത്രക്ക് പവറാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നത്. അപ്പോൾ ബിസ്മിയുടെ മഹത്വം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇപ്പം നമുക്ക് അമൽ മാത്രം പറയാം. ആളുകളൊക്കെ കാത്തിരിക്കുന്നത് അമലിനായിരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്ന ഈ ഒരു ആയത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നതിൽ 10
19 അക്ഷരങ്ങളുണ്ട്. നരകത്തെ കാക്കുന്ന മലക്കുകൾ എത്രയാണെന്നറിയോ? 19. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നതിൻ്റെ അക്ഷരം 19. 19 അക്കങ്ങളുണ്ട് അതിൽ. മനസ്സിലായോ? നമ്മളിവിടുത്തെ അമലിൽ നമുക്ക് വേണ്ടത് 19 എന്നുള്ള അക്കമാണ്. അതിന് നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു പ്ലേറ്റ് വേണം. വെളുത്ത നല്ല ചില്ലിൻ്റെ നല്ലൊരു പ്ലേറ്റ്, നല്ല വെളുത്ത പ്ലേറ്റ് വേണം. എക്സാമ്പിൾ ഞാനൊരു ഫോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് നമുക്ക് വേണ്ടത്. പിന്നെ രണ്ടാമത് നമുക്ക് വേണ്ടത് അറബി മഷിയാണ് വേണ്ടത്. അറബി മഷി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല, പലർക്കും കിട്ടാൻ പ്രയാസമായിരിക്കും. ഇന്ന് പല കെമിക്കൽ കൊണ്ട് വരുന്ന പല കെമിക്കൽ പോലത്തെ മഷികളുണ്ട്, അതൊന്നും പറ്റൂല. നല്ല പ്യുവർ അറബി മഷിയേ പറ്റുള്ളൂ. അറബി മഷി എന്താണെന്ന് അറിയാത്തവരെന്ത് ചെയ്യണം? നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ അരിയില്ല, അരി സാധാ നമ്മൾ ചോറ് വെക്കുന്ന അരി, കുറച്ച് അരി എടുക്കുക. അരി എടുത്തിട്ട് നമ്മൾ അരി വറുത്തിട്ട് ചായയിലിട്ട് കുടിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, പക്ഷെ പണ്ട് കാലങ്ങളിൽ ദാരിദ്ര്യം കൂടുതലായതുകൊണ്ട് വൈകുന്നേരങ്ങളിലുള്ള കടി അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പൊരിക്കടിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ കടികളൊക്കെ വളരെ ലെയറാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ കൂടുതലായിരുന്നു. അത് അരി നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് പൊടിക്കുക. അപ്പോൾ അരി വറുക്കുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള അരി നമ്മൾ വറുക്കുമ്പോൾ ഏകദേശം ഒരു യെല്ലോ കളർ, ഒരു മഞ്ഞ കളറാകുമ്പോൾ നമ്മൾ നിർത്തും അല്ലേ? എന്നിട്ട് നമ്മൾ ചായയിലിട്ടിട്ടോ അല്ലെങ്കിൽ പൊടിച്ചിട്ടോ നമ്മൾ കഴിക്കും. അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഇവിടെ വേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ അരി അങ്ങ് വറുത്തിട്ട് നന്നായിട്ട് വറുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വറുക്കുക. വറുത്ത് അരിയുടെ കളറ് മാറണം, കറുപ്പ് കളറാവണം. കറുത്ത് വന്നാലും നിർത്തരുത്, നന്നായി കറുപ്പിക്കണം. കറുത്തിട്ട് ആ മഞ്ഞ പോയി കറുപ്പായി, വീണ്ടും കറുപ്പായി, ഡാർക്ക് കറുപ്പായി, അതുകൊണ്ട് പൊടിയണ രൂപത്തിൽ കറുപ്പിച്ചെടുക്കണം ആ അരിയെ. മനസ്സിലായോ? ശേഷം ആ അരി എന്ത് ചെയ്യുക? ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അപ്പോൾ അത് കറുപ്പ് പൊടിയാവും. ഉമിക്കരി പോലെയൊക്കെ ആവും. അത് നന്നായിട്ട് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം, ലേശം ചേർത്താൽ മതി, ഒരല്പം വെള്ളം ചേർക്കുക. അപ്പോൾ അതെന്താവും? ഒരു കറുപ്പ് പേസ്റ്റ് പോലത്തെ ഒരു മഷി പോലെയാവും. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ കൊമ്പ്, ഒരു കഷ്ണം, എന്തെങ്കിലും ഒരു ഉണങ്ങിയ കൊമ്പ്, എഴുതാൻ പറ്റുന്ന പേന പോലെ ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കയ്യിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഒരു ഭാഗം കൂർപ്പിച്ച് ചെത്തി കൂർപ്പിച്ചൊരു പേന പോലെ ആക്കുക. എന്നിട്ട് ഈ മഷിയിൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഒരു ഭാഗം മുക്കുക. എന്നിട്ട് ഈ പ്ലേറ്റിൽ നമ്മളിങ്ങനെ എഴുതണം. പണ്ടത്തെ ആളുകളൊക്കെ പ്ലേറ്റ് എഴുതി കുടിക്കുക എന്ന് പറയും. പ്രസവിക്കാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഈ 9-ാം മാസത്തിൽ 8-ാം മാസത്തിലൊക്കെ പ്ലേറ്റ് എഴുതി കുടിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇന്നും കുടിക്കാറുണ്ട്. ഇവിടെയൊക്കെ പ്ലേറ്റ് എഴുതി കൊടുക്കാറുണ്ട് ഞാൻ വരുന്ന ആളുകൾക്ക്. അപ്പോൾ പ്ലേറ്റ് എഴുതുക എന്ന് പറയുന്നത് പഴയ പരിപാടിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്ലേറ്റിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നല്ല വൃത്തിയിൽ എഴുതണം. ഈ മഷിയിൽ മുക്കുക, ബിസ്മി എഴുതുക, മഷിയിൽ മുക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതി 19 തവണ ഈ പ്ലേറ്റിൽ എഴുതണം. ചെറുതാക്കി എഴുതിയാൽ മതി, വലുതാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവില്ല. ചെറുതാക്കി എഴുതുക. 19 ബിസ്മി ഇതിലെഴുതുക. 19 ബിസ്മി എഴുതി അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. അതൊന്ന് ഉണങ്ങി നല്ല റാഹത്തായതിന് ശേഷം എന്ത് ചെയ്യുക? സംസം വെള്ളം കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് സംസം വെള്ളം. ഇനി സംസം വെള്ളം ഇല്ലാത്തവരെന്ത് ചെയ്യുക? സാധാരണ കിണറ്റിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കുക. പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഈ എഴുതിയത് ഇങ്ങനെ മായ്ക്കണം. നന്നായിട്ട് ഈ വെള്ളം തൊട്ട് നന്നായിട്ട് മായ്ച്ച് ഫുള്ള് മായ്ച്ചിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ, ബിസ്മി എഴുതിയ വെള്ളം, ഈ വെള്ളത്തിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ 786 തവണ മന്ത്രിക്കണം. അമൽ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ
ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് സംശയങ്ങൾ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് നാളെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരും. നമ്മളെ വീഡിയോ ഏത് വീഡിയോ ആണെങ്കിലും അതിനൊക്കെ സംശയങ്ങൾക്ക് മറുപടി നമ്മൾ വേറെ വീഡിയോ ചെയ്യാറുണ്ട്. ഇതും ചെയ്യും ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ പ്ലേറ്റിൽ ഈ വെള്ളം കൊണ്ട് നന്നായി മായ്ച്ചതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 തവണ മന്ത്രിച്ചിട്ട് ഈ പ്ലേറ്റിലേക്ക് ഊതുക, ഈ വെള്ളത്തിലേക്ക് ഊതുക. ഈ വെള്ളം ഒരു മരുന്നാണ്. അതിനെ ഒരു മരുന്നായിട്ട് കാണണം. അള്ളാഹുവിൻ്റെ നാമമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ നമ്മൾ നല്ല വൃത്തിയോടുകൂടി അത് എഴുതി അതിൽ മന്ത്രിച്ചതാണ്. അതിനെ ഒരു മരുന്നായിട്ട് തന്നെ കാണണം. ആ ഒരു വെള്ളം എന്ത് ചെയ്യുക, നമ്മളൊരു കുപ്പിയിലേക്കോ ഒരു പാത്രത്തിലേക്കോ മാറ്റി വെച്ചതിന് ശേഷം അറിയുന്നവരാണെങ്കിൽ ഇത് മനസ്സറിഞ്ഞ് എനിക്കിത് നിർത്തണമെന്ന് മനസ്സറിഞ്ഞ് അവരുടെ കൂടെ സപ്പോർട്ടോടു കൂടി ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒരു 3 ടീസ്പൂൺ വീതം ഇതിൽ നിന്നും കുടിക്കുക. കുടിക്കുമ്പോൾ പറയുക, അള്ളാഹുവേ എനിക്ക് ലഹരിയിൽ നിന്നും ഇതിൽ നിന്നും മുക്തമാകണം. എനിക്ക് ലഹരി ഉപയോഗിക്കാതെ ഈ കള്ളുകുടിയിൽ നിന്നും ഈ MDMൽ നിന്നും ഈ കഞ്ചാവിൽ നിന്നും എനിക്കൊന്ന് റിമൂവ് ആയിട്ട് അള്ളാഹു നിനക്ക് ഇബാദത്തെടുത്ത് എനിക്കൊന്ന് സന്തോഷമായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടല്ല. അതിനെനിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന നിൻ്റെ ഇസ്മിനെ എനിക്ക് ഒരു പരിഹാരമായിട്ട് ഒരു ഫലമായിട്ട് കാണിച്ചു തന്ന് എനിക്ക് വലിയ ഒരു മാറ്റം നീ കാണിച്ചു തരണം പടച്ചോനേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തി ഒരു 3 ടീസ്പൂൺ രാവിലെയും 3 ടീസ്പൂൺ ഉച്ചക്കും 3 ടീസ്പൂൺ രാത്രിയും കഴിക്കുക. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഉസ്താദേ ഇവരറിയാതെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചായപ്പൊടി, നമ്മൾ ചായ ഉണ്ടാക്കുമല്ലോ, ചായപ്പൊടിയിലേക്ക് ഇത് മിക്സ് ചെയ്യുക. ഈ വെള്ളം ചായപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചായപ്പൊടി ഇടുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 ടീസ്പൂൺ ഈ വെള്ളം ചേർക്കുക. അറിയാത്ത രീതിയിൽ കലക്കിയിട്ട് അവർക്ക് കൊടുക്കുക. കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എൻ്റെ ഭർത്താവ്, എൻ്റെ ഉപ്പ, അല്ലെങ്കിൽ ആരാണോ എൻ്റെ മകൻ, അള്ളാഹുവേ ഈ ഒരു വെള്ളം കുടിക്കുന്നതോടുകൂടി അവൻ്റെ ശരീരത്തിൽ നിന്നും പിശാചിൻ്റെ, ലഹരി ഉപയോഗിക്കുന്ന പിശാചിൻ്റെ എല്ലാ ശർറിൽ നിന്നും അവനെ മാറ്റി നിർത്തി ഇബ്ലീസിൻ്റെ ഒരു കെണിയിലും പടച്ചവനെ ജോനപ്പെടുത്താതെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ദുആ ചെയ്യാതെ നിങ്ങൾ കൊടുക്കരുത്. ദുആ ഒരു മരുന്നാണ്, ഏറ്റവും വലിയ മരുന്നാണ് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ ഏത് വിധിയെയും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരേ ഒരു അമലാണ് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്തിനാണ് ആരെങ്കിലും കാണുമ്പോൾ ഉസ്താദ് ദുആ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ തങ്ങളെ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ, ആരെങ്കിലും കാണുമ്പോൾ ഉമ്മച്ചി ഞങ്ങൾ ദ്വാരക്കിട്ടോ, എന്തിനാണ് ഈ ദുആ ചെയ്യുന്ന പറഞ്ഞാൽ? ദുആ വലിയൊരു മരുന്നാണ്. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്, അതിൻ്റെ ഫലം അറിയാഞ്ഞിട്ടാണ്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു മനുഷ്യൻ്റെ വിധിയെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ മാറ്റിമറിക്കും. അത്ര പവറാണ് ദുആ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അള്ളാഹു അത് സ്വീകരിക്കട്ടെ, അള്ളാഹു അത് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കള്ളുകുടി, ലഹരി, മറ്റെന്തൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണോ, ഇങ്ങനെ നിങ്ങളൊരു 7 വട്ടമെങ്കിലും കൊടുക്കണം. ഒരു പ്ലേറ്റ് എഴുതി അത് ഫുള്ള് കൊടുത്തു, അത് കഴിഞ്ഞാൽ വീണ്ടും എഴുതുക, അതും കൊടുക്കുക. അങ്ങനെ ഒരു 7 തവണയോ 11 തവണയോ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായി ചെയ്തോളി. ഇതിനടിയിൽ ഒരുപാട് കമൻറ്റ് വരും, ഇതൊക്കെ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, മുൻകഴിഞ്ഞു പോയവർ ചെയ്തിരുന്നോ എന്നൊക്കെ ചോദിക്കും. നിങ്ങളതൊന്നും കേൾക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ഇസ്മിനെ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിൻ്റെ ആ ഒരു വചനം നിങ്ങൾക്ക് പടച്ചോൻ ഫലം തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങളത് ചെയ്തോളി. നിങ്ങൾക്കതിന് മാറ്റം കിട്ടും. 6 വർഷവും 10 വർഷവുമായി ലഹരിയിൽ മുങ്ങിക്കിടന്നിട്ട് അതിൽ നിന്നും മാറ്റം വരാത്ത ഒരുപാട് ആളുകൾ ഇതൊക്കെ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കും ഫലം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.